അപ്പോൾ ഇന്ന് നമ്മൾ ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം, മമ്മൂട്ടി കമ്പനിയുടെ പടം ഗൗതം മേനോൻ ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ മലയാള സിനിമ. അപ്പോൾ ആ സിനിമയുടെ ഒരു ഫസ്റ്റ് ടീസർ അവരിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. എന്നാലും നമുക്ക് ടീസർ കണ്ടു പോകാം. പിന്നെ ഇന്ന് ഞങ്ങളുടെ വഴികാട്ടിയും സുഹൃത്തും വഴികാട്ടിയുമായ വിശാൽ മോഹൻദാസ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് വേറെ ഒരു സെറ്റപ്പിൽ ആണ് നമ്മുടെ വീഡിയോ നടക്കുന്നത്. സോ ഇനി നമുക്ക് വീഡിയോ കാണാം. ഇതല്ലേ നമ്മുടെ ആദ്യത്തെ സെറ്റപ്പ്? ഇത് വേറെ സെറ്റപ്പല്ല, ഇത് ഞങ്ങൾ ആദ്യ സെറ്റപ്പായിരുന്നു. ഇതിൽ നിന്ന് ഞങ്ങൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് സെറ്റപ്പിലേക്ക് പോയി തിരിച്ച് വീണ്ടും ഞങ്ങൾ ഈ സെറ്റപ്പിലേക്ക് എത്തി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് അല്ലേ, അതിൻ്റെ കുറച്ച് വലിയ പേരാണോ പേര്? പക്ഷേ അതിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. വെറൈറ്റി പേരാണല്ലോ പേരിന്. അതെ. അപ്പോൾ നമുക്ക് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിൻ്റെ ടീസർ കാണാം. പ്ലേ ചെയ്യും. എന്തെങ്കിലും പ്രശ്നമുണ്ടാവും? ഗൂഗിൾ സുരേഷ് അതിൽ വയലൻ്റായി നമ്മളെ ഉപദ്രവിക്കാമല്ലോ എന്ന് മാക്സിമം അവർ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. ഫസ്റ്റ് മൂവിന് ഏകദേശം ലെഫ്റ്റ് ബ്ലോക്ക് നെഞ്ചിൻ്റെ കീഴെ പഞ്ച് കുരിയെ ഇങ്ങനെ പറയും. പറയുമ്പോൾ ഒട്ടുകൊണ്ടൊരു ചാൻസ് രണ്ട് ലൈൻ പിടിച്ച് ചെവിക്കൊട്ടു കണ്ണിൽ പോയി കുറവ് ഒരു സിംഗ് സൗണ്ട് അല്ലേ? പിന്നെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഇത് കാഴ്ച സ്ഥിര സാധനമല്ലേ അല്ലേ? കൊള്ളാലോ ഒരു സ്റ്റൈല്. ഡർബൂസത്തിൽ വേണം മ്യൂസിക്. സാറൊന്ന് വീട്ടിൽ വന്നവരെയും ഇതുപോലെയൊക്കെയാണോ? ഒരു പേരും ഗുണ്ടകളല്ലേ, ഫൈറ്റിംഗ് സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടില്ല. അത് മാത്രമല്ല സർപ്രൈസ് ആയിരുന്നു. അത് ഞാൻ മാനേജ് ചെയ്യും. ഇവർ പേരും കൊണ്ട അജാസ് പോലെ അടിക്കണം ആസിക്കാണ്. അല്ല ഇത് കൊള്ളാല്ല പരിപാടി. ഇത് എനിക്ക് തോന്നുന്നു മറ്റേ ഒരു കംപ്ലീറ്റ് ഹ്യൂമർ ലൈനിൽ, അതായത് പുള്ളി ആക്ച്വലി ഇത് അനൗൺസ്മെന്റിൽ പറയുന്നുണ്ടായിരുന്നു ഇത് മറ്റേ ഇതാണെന്ന്, എന്താ പുള്ളി ഡിറ്റക്റ്റീവ് ആണ്. ഡിറ്റക്റ്റീവ്. അപ്പോൾ കുറച്ച് പേടിത്തൊള്ളനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈൻ ഓഫ്. എനിക്ക് തോന്നുന്നു മറ്റേ ഗൂഗിൾ സുരേഷിന്റെ ക്യാരക്ടർ പുതിയ അസിസ്റ്റ് ചെയ്യാൻ വരുന്ന ആളാണ്. അതെ അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്നതായിരിക്കും. അതായത് ഒരു മണ്ടനായ ഡിറ്റക്റ്റീവിനെ കൂടെ പേടിയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാൾ പുറമെ കാണിക്കുന്നത് ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ളത്. ഇതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റിന്റെ സമയത്ത് ഇതൊരു ഡിറ്റക്റ്റീവ് സെറ്റപ്പ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ ഗൗതം മേനോന്റെ പഴയ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസും അത്ര സീരിയസ് ആയിട്ടുള്ള നല്ല കിടിലൻ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ്, എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു സെറ്റപ്പാണ് ഞാനും പ്രതീക്ഷിച്ചത്. പേര് വന്നപ്പോഴത്തേനും പേര് ഒരു ഇത്തിരി ക്യൂരിയസ് പേരായിരുന്നു. എന്തെങ്കിലും സംഭവം ഉണ്ട് എന്ന് തോന്നി. പക്ഷെ ഇങ്ങനൊരു ഈ പടം ഒരു കോമഡി ട്രാക്കിലായിരിക്കും മൂവി എന്ന് ഇനിയിപ്പോൾ അറിഞ്ഞുകൂടാ. ടീസർ കണ്ടിട്ട് ഇത് കോമഡി ട്രാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് ലൈറ്റ് ലൈനിലാണ് കൊള്ളാം. എന്നാൽ ടൈറ്റിൽ എഴുതിയിരുന്ന കളറൊക്കെ കണ്ടില്ലായിരുന്നു? അത് കുറച്ച് പർപ്പിൾ കളർ ഉപയോഗിച്ചേക്കുന്നത്. സാധാരണ എന്താ പറയുക, ഇങ്ങനെ ഒരു സ്റ്റാർ പടത്തിന്റെ ലൈനിലുള്ള കുറച്ചുകൂടെ ലൈറ്റ് ഹാർട്ടഡ് പരിപാടിയാണ്. അത്യാവശ്യം മമ്മൂട്ടി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല രസമുള്ള പരിപാടിയാണ്. ഗൂഗിൾ രണ്ടുപേരെ വേറെ ആരെയും നമുക്ക് പടത്തിൽ വേറെ ആരെ കൊണ്ടുവന്നില്ലേ, കാസ്റ്റ് കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഗൂഗിൾ സുരേഷിന് കൊത്തയിൽ വന്ന അടിക്ക് ഒരു പ്രായച്ചിത്തം എന്നതുപോലെ ആയിരിക്കും മിക്കവാറും. കൊത്തയിൽ വന്ന അടിക്ക് പുള്ളി മറ്റേ അല്ല ഇത് അവരുടെ കുടുംബത്തുനിന്ന് തന്നെ വരുമ്പോഴത്തേനെ അങ്ങനെ അവിടെ ഇന്റർമീനിങ് എവിടെ. അല്ല ഇത് കൊള്ളാം, എന്തായാലും കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്. പ്രതീക്ഷ വരുന്ന ഒരു ടീച്ചറാണ്. അതെ, പിന്നെ ഗൗതം മേനോനായതുകൊണ്ട് ഒറ്റ പേടിയുള്ളൂ, സിനിമ ഇറങ്ങണം. അല്ല ഇവിടെ ഇറങ്ങും. അതെ, മമ്മൂട്ടി കമ്പനി അല്ലേ, അത്രേ പ്രൊഡക്ഷൻ അത്രയും സ്ട്രോങ് ആയി നിൽക്കുന്നത്. പുള്ളി 7 വർഷം മുമ്പ് ചെയ്തൊരു പടം ഇപ്പോഴും പെടിയിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒറ്റക്കാലം ചിന്തിച്ചാൽ മതി. സിനിമ മൊത്തം കഴിഞ്ഞ് ഫൈനൽ വാങ്ങിച്ചിട്ട് ഗൗതം മേനോൻ പറഞ്ഞിട്ടേക്ക് കാര്യം പുള്ളി ഒരുപാട് നിർത്തിക്കഴിഞ്ഞാൽ പടം ഇറങ്ങാതെ കയ്യിരുന്നയാൾ എന്ത് ചെയ്യും? ഇല്ലല്ല ഇറങ്ങുന്നത്. ആ അവസ്ഥ ഇത് ഉണ്ടാവരുതെന്ന് മാത്രമേ നമുക്കൊരു പ്രാർത്ഥനയുള്ളൂ. അതല്ലാതെ സംഭവം ഷൂട്ട് കഴിഞ്ഞാണ് പടത്തിന്റെ കഴിഞ്ഞിട്ടുണ്ടാവും. വളരെ ചുരുങ്ങിയ സമയത്ത് തീർത്തെന്നാണ് പറഞ്ഞത്. അത് ഇവരുടെ പടം എല്ലാം കണ്ണൂർ സ്കോർ ബാക്കി എല്ലാം പെട്ടെന്ന് അടിച്ച് തീർക്കുന്ന പരിപാടിയാണ്. അവർ മറ്റേ കുറെ കൂടി കാതലൊക്കെ വളരെ കുറച്ച് ദിവസമല്ലേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പടം. എനിക്ക് തോന്നുന്നു ഇതും മറ്റേ അത്ര ഭയങ്കര വലിയ ഒരുപാട് സെറ്റിംഗ് ഒന്നും ഇല്ലാത്ത പടമായിരിക്കും. ഇല്ലെങ്കിൽ അതാണ് കുറച്ച് എളുപ്പം.
ഒരുപാട് ലൊക്കേഷനും ഈ പറഞ്ഞ സെറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ സമയം ഭയങ്കരമായിട്ട് എടുക്കുന്നത്. ഇത് ഇനിവേ കൊള്ളാം. എപ്പോഴാണ് അതിൻ്റെ വേറെ ഒന്നും റിലീസ് പരിപാടി ഒന്നേ പറ്റി തന്നിട്ടില്ലേ? ടീസർ വന്നു, പക്ഷേ ടീസർ ഒരു ടീസർ വരുന്നു, ഭയങ്കര പ്രതീക്ഷ നൽകുന്നൊരു ടീസറാണ്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ തന്നെ. ഒരു ഫ്രഷ് എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. അതെ അതെ. ഇപ്പം മമ്മൂട്ടിയുടെ പെർഫോമൻസും കേട്ടോ ഭയങ്കര രസമായിട്ട് തോന്നുന്നു. മമ്മൂട്ടി ചെയ്തേക്കുമ്പോഴത്തേനും തന്നെ ഒരു ആക്ഷനൊക്കെ ചെയ്ത് ഭയങ്കര രസമുണ്ട്. മമ്മൂക്കയുടെ സ്ഥിരം ലൈൻ ഓഫ് ആക്ഷന്റെ ആ പാറ്റേണിലാണ് പുള്ളി ആ ഇത് കാണിച്ചു കൊടുത്തേക്കുന്നത്. കൊള്ളാം. എന്തായാലും ഇനി ഇതിന്റെ ട്രെയിലർ വരുമായിരിക്കും. ബാക്കി ഓരോന്നൊക്കെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുമല്ലോ, അപ്പം കൂടുതൽ അറിയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഈ എല്ലാവർക്കും ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട് ഈ പടത്തിന്റെ ഏത് ടൈപ്പ് ഓഫ് പടമാണെന്ന് ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക്. അവർ മനസ്സിലിപ്പോ കാരണം ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരും ഒരു മറ്റേ വേട്ടയുടെ പിള്ളേരുടെ കാക്ക പോലെയൊക്കെ എല്ലാവരും പറഞ്ഞു. അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു. ആൾക്കാരെ ഇതെന്താണ് ഇങ്ങനെ ഒരു പേര് എന്നുള്ള ലൈനിലും ആൾക്കാർ കുറച്ച് പേര് ഈ ഷെർലക് ഹോംസ് കഥകളുടെ പേര് പോലത്തെ ഒരു പേരായിരുന്നു. കൈൻഡ് ഓഫ് ഷെർലക് ഹോംസ് തന്നെ ഒരു കോമഡി ട്രാക്ക്, ഒരു പാവം ഷെർലക് ഹോംസ്, പാവപ്പെട്ട ഒരു ഷെർലക് ഹോംസ്, വലിയ സെറ്റപ്പും ടെക്നിക്കൊന്നും ഇല്ലാത്ത ബുദ്ധി മാത്രമുള്ള അങ്ങനെ ആകാം. ബുദ്ധി എനിക്ക് തോന്നുന്നു ബുദ്ധി ലൈനായിരിക്കണം. കൊള്ളാം, ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഗൗതം മേനോൻ ഈ ട്രാക്ക് പിടിച്ചിട്ടില്ലല്ലോ. പുള്ളി ഹ്യൂമർ അധികം കൈകാര്യം ചെയ്യാത്ത അല്ലേ? വേറെ പടങ്ങളൊന്നും പുള്ളി ഹ്യൂമർ പടങ്ങളില്ലല്ലോ അല്ലേ? വലുതായിട്ട് ചെയ്തിട്ടുള്ള പടങ്ങളൊന്നും ഇല്ല പുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കും കുറച്ച് പുതിയതായിരിക്കും സംഭവം. അപ്പോൾ എനിവേ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് നമുക്ക് ഇനി എൻ്റെ ട്രെയിലർ വന്നാൽ ട്രെയിലർ നമ്മൾ കാണുന്നതായിരിക്കും, റിയാക്ട് ചെയ്യുന്നതായിരിക്കും.